ഇന്നിപ്പോൾ ഞാനേ എൻ്റെ പ്രൊഫഷനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണേ. അപ്പോൾ ആരെങ്കിലും എന്നോട് അജിതെ ഡോക്ടർ ആവണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയും. എനിക്ക് അടുത്ത ജന്മത്തിലും നേഴ്സായാൽ മതി. ഒരു നേഴ്സ് ഒരു 10-20 കൊല്ലമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുവാണ്. ഇപ്പം നമ്മൾ വാർഡിലെ കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഒരു IV കൊടുക്കുമ്പം അത് 3 പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. കാരണം രോഗിയുടെ ഞരമ്പുകളിലെത്തിയാൽ അത് പിന്നെ നമുക്ക് ഒരിക്കലും അത് തെറ്റാണെങ്കിൽ, റോങ് മെഡിസിൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ പുഷ് ചെയ്യുവാണ്, അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ സ്റ്റെറൈൽ വാട്ടറൊക്കെ എടുത്താലും നമ്മളത് നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ. ഇവിടെ അയർലൻഡിലൊക്കെ ആണെങ്കിൽ ലുക്ക് ലൈക്ക് എന്നും പറഞ്ഞിട്ട്, അതായത് ഒരു സലാഡ്സ് എന്ന് പറയും. അപ്പം സിമിലർ നെയിംസും സിമിലറായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ അലമാര തുറക്കുമ്പോൾ തന്നെ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ മരുന്നിൻ്റെ ബോക്സിലൊക്കെ പൊട്ടാസ്യം ഒക്കെ ആണെങ്കിൽ ഹൈ അലേർട്ട് എന്ന് എഴുതിയിരിക്കും. അങ്ങനെ നാട്ടിലില്ല പൊട്ടാസ്യം എന്ന് മാത്രമേ ഒരു ബോക്സിൽ വരാറുള്ളൂ. ഞാൻ പറയുന്നത് നമ്മളായിട്ടൊരു ഹാമും ഒരു പേഷ്യൻ്റ് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹൈ BP ഉള്ള പേഷ്യൻ്റ് ശ്വാസം മുട്ടൽ പറയുവാണ്. അപ്പം നമ്മൾ നെബുലൈസേഷൻ അല്ല കൊടുക്കേണ്ടത്, അവർക്ക് കാർഡിയാക് ഓവർലോഡാണ്, അതുകൊണ്ടാണ് അവർ ശ്വാസം മുട്ടൽ കാണിക്കുന്നത്. ഉടനെ ഇമ്മീഡിയറ്റ് ഡോക്ടറെ വിളിക്കുക. കാരണം ചിലപ്പോൾ പേഷ്യൻ്റ് IV ഫ്രൂസമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ക്ലെക്സൈൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കിട്ടുന്ന രോഗിക്ക് പെഗ് ട്യൂബ് ഉണ്ടെങ്കിൽ അതിനകത്തൂടെ ബ്ലീഡ് ഉണ്ടെങ്കിൽ അത് ക്ലെക്സൈൻ്റെ ഓവർ ഡോസ് ആയിരിക്കും. അതുപോലെ ആസ്പിരിൻ കിട്ടുന്ന രോഗിക്ക് ഇങ്ങനെ ഡോട്ട്സ് പോലെ ബോഡിയിലുണ്ടെങ്കിൽ അത് ആസ്പിരിൻ്റെ ഓവർ ഡോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കുകയാണ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് സിമിലർ ടു എ ഡോക്ടറാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു ഡോക്ടറെ ഇൻസൾട്ട് ചെയ്യരുത്. ആ ഡോക്ടർ ഇപ്പോൾ 1000 പേഷ്യൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവുള്ളെന്നിരിക്കാം. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ആ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യാം, ആ സമയത്ത് ഡോക്ടർ എത്തിക്കോളും എന്ന് അവരെ വിശ്വസിക്കുക. അതായത് നമ്മളൊരു ടീമിലാണ്. നമ്മളൊരിക്കലും ഇന്ന ഡോക്ടർ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇന്ന നേഴ്സ് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവരുടെ ട്രസ്റ്റ്, അവരുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള ഒരു കൺവിൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ അവരെ വിശ്വസിപ്പിക്കാം. അതാണ് ആസ് എ നേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ടീം വർക്കാണ്. അതിപ്പോൾ അയർലൻഡ് അല്ല, നാട്ടിലാണെങ്കിൽ പോലും ടീം വർക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എവിടെയാണെങ്കിലും ഉണ്ടാകും. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പെർഫെക്റ്റ് നേഴ്സാണെന്നല്ല, എൻ്റെ നേഴ്സിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.